ഹലോ ഗായ്സ്, അങ്ങനെ മണാലിയിലെ ഫസ്റ്റ് ഡേ സ്റ്റേ കഴിഞ്ഞു. അപ്പോൾ അവളുടെ ഫേസ് ഇതിനകത്ത് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും കട്ട് ചെയ്യും. ഓക്കെ. आप कितना क्लास में पढ़ता है? नाइन्थ. हाँ रियली? SALL പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ച്. ഹലോ ഗായ്സ്, അങ്ങനെ മണാലിയിലെ ഫസ്റ്റ് ഡേ സ്റ്റേ കഴിഞ്ഞു. ഞാൻ താമസിച്ചത് ഈ ഒരു മഡ് ഹൗസിലാണ്. ഇവിടുന്ന് കിട്ടില്ല വ്യൂ ആണ് മുന്നിലോട്ട്. ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി പോകും. ഇവിടെ ചെറിയൊരു തോട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അരുവി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പല്ല് തേക്കാൻ വേണ്ടി പോവാണ്. ഇതുണ്ടല്ലേ, നൈസല്ലേ, സൂപ്പർ. നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പ്. ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ മുഖത്ത് ഞാൻ വെള്ളം എടുത്ത് പല്ല് വെച്ച് മുഖം ഒന്ന് കഴുകിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു, രക്ഷയില്ലാത്ത തണുപ്പ്. ഇവിടുന്ന് പല്ല് തേക്കാം കേട്ടോ. ഇതുണ്ടോ ഈ അടിപൊളി പരിപാടി. മേലിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും പൈപ്പിലൂടെ. അതൊരു പൈപ്പാണ്. ഇവിടെയൊക്കെ ആപ്പിൾ ഉണ്ടാവോ? നമ്മുടെ ഫ്രണ്ടിൽ അത് മൊത്തം ആപ്പിൾ. ഏത് ഈ ഇതേപോലത്തെയോ? ഇത് ഇത് ആപ്പിളിന്റെ മരാ. ഓ, ഇത് മൊത്തം ആപ്പിളിന്റെ അല്ലേ മരം അല്ലേ? ഇത് സീസൺ എപ്പോഴാ? 2 മാസം കഴിയുമ്പോ ഇതെല്ലാം പൂക്കും. ഗൈസ്, ഈ കാണുന്നത് മൊത്തം ആപ്പിളിന്റെ മരങ്ങളാട്ടോ. ഇപ്പൊ സീസൺ ആയിട്ടില്ല, ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ സീസൺ സ്റ്റാർട്ട് ആവും. നിങ്ങൾക്കൊക്കെ ആ സമയത്ത് നല്ല ആപ്പിൾ കിട്ടുമല്ലോ. ഞങ്ങള് കഴിഞ്ഞോട്ട് ഇവിടെ ആപ്പിളേറ്റ് തന്നെയായിരുന്നു. ഇതാണ് രഞ്ജി. എന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആസിഫിന്റെ കൂട്ടുകാരനാണ്. ആസിഫിന്റെ ഗാറോപ്പിലാണ് എനിക്ക് ഇവിടെ സ്റ്റേ സെറ്റ് ആക്കി തന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന രഞ്ജി, ഇത് രഞ്ജിന്റെ ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താ? റജി. അപ്പൊ ചേട്ടന്റെ പേര് റജി. ചേട്ടാ, അപ്പൊ നമ്മളിതാ ഇവിടുന്ന് സ്റ്റേ ചെയ്ത മേലെയാണ്. ഇന്നലെ കയറിപ്പോയ റോഡുകളാണ് ഇതൊക്കെ. അപ്പൊ ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് മഞ്ഞൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ നല്ല താഴോട്ട് ഇറങ്ങും. ഓക്കെ. കഴിച്ച് ചെയ്തേണ്ടില്ലേ, ഇന്നലെ രാത്രി പോകുമ്പോൾ ഇവിടെയൊക്കെ മഞ്ഞ ഉണ്ടായിരുന്നു. അതാ ഇപ്പോഴും ആ മഞ്ഞ ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ട്. ഇതേണ്ടില്ലേ. അപ്പൊ നമ്മളിതാ മണാലി വന്നിട്ട് മഞ്ഞിൽ കളിക്കുകയാണ്. ഓ, താഴേക്ക് ഇഷ്ടം പോലെ മഞ്ഞുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇത് ഏതാ അതേതാ കാണുന്ന ടൗൺ ഏതാ അറിയോ? ഓൾഡ് മണാലി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് മണാലി കാണാം. ഏതാണ്ടില്ലേ, ഈ കാണുന്ന വില്ലേജുകൾ മൊത്തം ഓൾഡ് മണാലിയിൽ പെട്ടതാണ്. പിന്നെ ഏതാ ഇവിടെ കണ്ടില്ലേ മഞ്ഞ്, ഇഷ്ടംപോലെ മഞ്ഞുകളുണ്ട്. ഇനി നമ്മൾ ടണലിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും. ടണലിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ ടാങ്കാണ്. ഇതിന്റെ മേലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന പറയുന്നത്. അയ്യോ, സത്യം കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്നതാ മേളിലിങ്ങനെ മഞ്ഞ് പർവ്വതങ്ങളിങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുക അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, അതേപോലെ തന്നെ എവിടെയുണ്ട് നോക്കി മഞ്ഞ് പർവ്വതങ്ങൾ. അടിപൊളി വ്യൂ. ഞാൻ ഇപ്പൊ നിൽക്കുന്ന എത്രയോ ദൂരെയാണ്, എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതാണ് നമ്മൾ വാട്ടർ ടാങ്കിന്റെ മുകളിലുള്ള. നമ്മൾ ഇന്നലെ നടന്നു വന്ന വഴി കേട്ടോ അത്. രാത്രി ഇന്നലെ അതിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്നലെ നടന്നു വന്നത്. നമ്മളിവിടുന്ന് നല്ല താഴോട്ട് ഇറങ്ങാൻ പോവാണ്. സമയം പരിമിതമാണ്. നമുക്ക് നടന്ന് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ
പരിമിതമാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുമ്പോഴുള്ള എൻട്രിയാണ് നമുക്കിതാ ഒരു അടയാളം എന്ന് പറയുന്നത്. ഈ ഒരു ചേതക്ക് അതേപോലെ ഇത് കണ്ടില്ലേ, ഞാൻ ഇന്നലെ നൈറ്റ് കാണിച്ചതുപോലെ ലൂയിസഡ് ലോക്കസ് കഫേ 500 മീറ്റർ. ഓക്കെ, ഇവിടുന്ന് ഒരു 500 മീറ്റർ ഈ ഒരു കയറ്റം കൂടി ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കണ്ട വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മേലിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ പ്രോപ്പർട്ടി ഉണ്ട്, ആ ഒരു മഡ് ഹൗസ്. അപ്പം അവിടുത്തെ അവർ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് സംഭവം ഓപ്പൺ ആവും. അല്ലേ ബ്രോ? ഒരു 1.5 മാസം കൊണ്ട് ഏകദേശം ഓപ്പൺ ആവില്ലേ? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അവരെ ഇൻസ്റ്റാ ഐ ഡിയും അതേപോലെ കോൺടാക്ട് നമ്പറൊക്കെ ഇതിനകത്ത് ഞാൻ ചെയ്യാം. അതേപോലെ അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാലും മതി. ഓക്കെ. അതെ അതെ. അപ്പോൾ നിങ്ങൾ ട്രക്കിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാം. അടിപൊളി സ്ഥലമാണ് ട്രക്ക് ചെയ്യാൻ പറ്റിയ. ഇപ്പോൾ അത്യാവശ്യം ഇവർ ഇവിടെ കൂട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് മേളിലോട്ടും കാര്യങ്ങളൊക്കെ പോവായിരുന്നു. ഇപ്പം ഒരു 1.5 മാസം കഴിഞ്ഞാലെല്ലാം അടിപൊളിയായി സെറ്റാക്കും. പിന്നെ ട്രക്കിങ്ങിനുള്ള അടിപൊളി ഏരിയകളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ മണാലിയിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് നടന്ന് ഒരു ഹില്ല് കയറാൻ വേണ്ടി പോവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടും, പിന്നെ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട, ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പം യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ നേരത്തെ കാണിച്ച വ്യൂ അല്ലേ? യെസ് യെസ്. ഇതുണ്ട, ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടല്ലേ ഗൈസ്? ഇത് നാച്ചുറലാക്കി എടുത്ത് പുല്ലും കാര്യങ്ങളും അതേപോലെ ഒരു വില്ലേജിൻ്റെ ആ ഒരു മോഡലും കാര്യങ്ങളും. ഇതുണ്ട്, ഇതൊക്കെ ഇത്ര സുന്ദരമല്ലേ? നോക്കി ഓരോ വീടുകളൊക്കെ ഇരിക്കുന്നു. നോക്കി എന്ത് ഭംഗിയോ! ഓരോ വീടും ഓരോ കളറാ. ഇത് കണ്ടില്ലേ? ഒരു നീല കളറ്, അതേപോലെ ഒരു ലൈറ്റ് പച്ച, അതിൻ്റെ അപ്പുറം ലൈറ്റ് നീല, അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ? അപ്പോൾ യാത്രകൾ ചെയ്യുക. എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് അത് തന്നെ പറയാനുള്ളൂ. യാത്രകൾ ചെയ്യുക. നമ്മൾ ഓരോ യാത്രകളിലും നമുക്ക് ഓരോ അറിവുകൾ ലഭിക്കും. ഓക്കെ, ഓരോ അറിവുകൾ മാത്രമല്ല, നമ്മുടെ ലൈഫ് തന്നെ മാറി മറിയാൻ പോവുക. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, യാത്രകൾ ചെയ്യുക. നമ്മുടെ പറ്റുന്ന പ്രായത്തിൽ, നമുക്ക് നടക്കാൻ പറ്റുന്ന പ്രായങ്ങളിൽ നമ്മൾ നടന്ന് ഓരോ സ്ഥലങ്ങൾ കാണാം. കണ്ടില്ലേ? വാ, എത്ര സുന്ദരം! നമ്മൾ പോകുന്ന വഴികൾ കണ്ടില്ലേ? ഓരോ ഇടവഴികളിലും ഇതേപോലെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതുണ്ടല്ലേ പശു. അപ്പോൾ അയ്യോ, ഗൈസ്, അങ്ങനെ നമ്മള് ഫൈനലി ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ, കുത്തനെയുള്ള കയറ്റമായിരുന്നു. ഇത് കണ്ടില്ലേ? നമ്മളങ്ങ് താഴെ നിന്ന് നടന്ന് മേലെ കയറിയ ഇവിടെ മൊത്തം മഞ്ഞ് വീണ് കിടപ്പുണ്ട്. അയ്യോ, ഇവിടെ നല്ലൊരു വ്യൂ നോക്കിയേ. അയ്യോ, നമ്മളിതാ ഏകദേശം അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അങ്ങോട്ടേക്ക് നടക്കാം. ഗൈസ്, അപ്പൊ നമ്മളിതാ ഇവിടെ ആയിരുന്നു. ഇത് കണ്ടില്ലേ? ഈ മഞ്ഞിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളിപ്പോ ഇത് കുറച്ച് സമയം ഇരുന്നത്. അപ്പൊ നമ്മളിതാ ഇപ്പൊ താഴോട്ട് ഇറങ്ങുവാണ്. പിന്നെ നല്ല തണുപ്പുണ്ട്. അയ്യോ,
ഗ്ലൗസ് എടുത്തിടേണ്ടി വരുന്ന തോന്നുന്നു. തെന്നും ഇവിടെ മൊത്തം ഇത് കണ്ടില്ലേ, നടക്കുന്ന വഴിയിലൂടെ എല്ലാം മൊത്തം മഞ്ഞ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ഇടയ്ക്ക് പാറ വരുന്നുണ്ട്. പാറയിലെല്ലാം ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം മഞ്ഞിൽ ചവിട്ടിയിട്ട് നമ്മൾ അതേ ഷൂവിൽ പാറയിൽ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ തെന്നിപ്പോവും. കാരണം ഷൂവിൻ്റെ അടിയിലെല്ലാം വെള്ളവും ഈ മഞ്ഞിൻ്റെ ചെറിയ ചെറിയ ഐസ് പോലത്തെ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പാറയിൽ ചവിട്ടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചവിട്ടാൻ. അപ്പോൾ വേണ്ടില്ലേ പിന്നെ കുത്തനെയുള്ള ഇറക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ നിന്ന് അവിടെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ അതേപോലെ നല്ല നാച്ചുറൽ വെള്ളം വേണ്ടില്ലേ, മലനിരകളിൽ നിന്നിങ്ങനെ ഒഴുകി വരുന്ന അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം. ഈ കാണുന്നതൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇത് ഓൾഡ് മണാലി എന്നറിയപ്പെടുന്ന ഗ്രാമങ്ങളാണ് കേട്ടോ. ഓൾഡ് മണാലിയിൽ ഉള്ള ഗ്രാമങ്ങൾ ഓക്കെ, അവിടെയുള്ള വില്ലേജുകളാണ്. അപ്പം അതിൻ്റെ മേളിൽ കണ്ടില്ല മഞ്ഞ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മഞ്ഞ് വീഴ്ച കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇവിടെ കഴിഞ്ഞ മാസം വരെ ആയിരുന്നു ഇവിടെ മഞ്ഞ് വീഴ്ച. ഇപ്പോൾ ഇവിടുത്തെ മഞ്ഞ് വീഴ്ച മൊത്തം അപ്പുറത്ത് ആ മലയിലോട്ട്, അത് കണ്ടോ അവിടെ മേലെ കണ്ടു ഒരു മല, ആ മലയിലോട്ടേക്ക് എത്തി ഇപ്പം മഞ്ഞ് വീഴ്ചകൾ. ഇവിടുന്ന് ഇങ്ങനെ പെയ്ത് അങ്ങോട്ടേക്ക് എത്തി. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മഞ്ഞ് വീഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ട്രക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയും എന്താ പറയുക തണുത്ത കാറ്റും നമുക്ക് ട്രക്കിങ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഈ ടാങ്കിൽ നിന്ന് ഒരുപാട് കുടിവെള്ളത്തിനായിട്ട് താഴോട്ട് വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ടാങ്കിൽ നിന്ന് ഇവിടുന്ന് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം ഇവിടുന്ന് എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് താഴത്തെ പല വീടുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഈ വെള്ളം കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് എത്തുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു തോട് പോലെ, ഇങ്ങനെ റോഡൊന്നുമില്ല, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നമ്മളിതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇതുണ്ട് ഒരുപാട് പൈപ്പ് പോകുന്നുണ്ടല്ലേ. ഇതെല്ലാം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും അതേപോലെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വെള്ളം കേട്ടോ. ഇവിടുന്ന് എത്രയോ വീടുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം അവർ നടന്ന് മുന്നിൽ അങ്ങ് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ മെല്ലെ നിങ്ങൾക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ്, കുറച്ച് ബാക്കിലാണുള്ളത്. ഓക്കെ, ഇതൊരു തരം മുള്ളാണ്. ഇത് മേത്ത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിച്ച് പൊട്ടിക്കൊക്കെ വേണ്ടിയത്. കുടുങ്ങിക്കഴിഞ്ഞ പോലെ ഭയങ്കര റിസ്ക്കാണ് പിന്നെ ഊറണമെങ്കിൽ. അപ്പോൾ ഇതിന് തട്ടാതെ മെല്ലെ പോകണം. ഇതുണ്ടോ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ, ഇതൊക്കെ ആദ്യം വീണ മഞ്ഞാണ് പോലും. അപ്പം ഇത് ഇപ്പോൾ ഇവിടുത്തെ സ്നോഫോൾ മുള്ളു കുടുങ്ങി. ഇതൊക്കെ ഇവിടെ വീണ് ആദ്യം കിടക്കുന്നതാണ് പോലും, ഇപ്പം വീണതൊന്നല്ല. അപ്പോൾ ഇവിടുത്തെ മഞ്ഞ് വീഴ്ച കഴിഞ്ഞ് അങ്ങനെ ബാക്കി മിച്ചം വന്നതാണ് ഇത് ഈ മഞ്ഞൾ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ ഐസ് വെള്ളമായിട്ട് ഇങ്ങനെ പോകണം, എന്താ പറയുക ഉരുകി പോകണം. എന്നാൽ മാത്രമേ ഇത് മൊത്തം ഇവിടെ തീരുള്ളൂ. ഇത് കണ്ടോ ഇങ്ങനെ മൊത്തം ഇവിടെ കിടക്കുക ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട്. ഇപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞു. ഇവിടേക്ക് ഇങ്ങനെ നല്ല അട്ടിക്ക് നല്ല വൃത്തിക്ക് മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്, നമ്മുടെ രഞ്ജു. അപ്പോൾ ഇവിടുത്തെ മഞ്ഞൊക്കെ ഇപ്പോൾ അപ്പുറം വശത്തേക്കാണ് പെയ്യുന്നത്, ആ ഒരു ഭാഗത്തോട്ടേക്ക്. അപ്പോൾ ഇപ്പം ടണൽ സൈഡിലോട്ടേക്കെല്ലാം മഞ്ഞ് ഫോൾസും ഇത് മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താ ഒന്നും അറിയില്ല, എന്തായാലും നോക്കാം. നമുക്കൊന്ന് അവിടം വരെ പോകണമെന്നുണ്ട്, എവിടെ ടണലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവരോട് യാത്ര പറഞ്ഞ് ഞാൻ മെല്ലെ ടണലിൻ്റെ ഭാഗത്തേക്ക് പോകും. ഓക്കെ, ടണലിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മാതിരി തണുപ്പായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ച് അപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് ടെൻ്റ് അടിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട് നോക്കണം. ഇന്ന് നമ്മൾ ടെൻറ്റിലായിരിക്കും സ്റ്റേ ചെയ്യുക, കാരണം വേറെ സ്റ്റേ കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല. ഇന്ന് ഇവിടുന്ന് പോക്കാണ്, നാട്ടിലേക്ക് പോക്കാ. ഇത് കണ്ട മഞ്ഞ് കണ്ട, ഇതിലോട്ടാണ് നമ്മൾ കയറിപ്പോയത്. അപ്പം ഇതിൽ ചവിട്ടിയിട്ട് പിന്നെ സൈഡിലുള്ള പാറയിൽ ചവിട്ടുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ തെന്നി പോകും ഷൂ. ഏതാണ്ട് ഐസ് അതിൻ്റെ മുകളിൽ ഐസ് വന്ന് കിടക്കുമ്പോൾ ഷൂവിൻ്റെ മുകളിലുണ്ടാവും. നമ്മൾ ഇതിനകത്ത് ചവിട്ടിയിട്ട് നടക്കുമ്പോൾ, അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ ചവിട്ടുമ്പോൾ നമ്മൾ തെന്നിപ്പോവും.
അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ വില്ലേജുകളിലേക്ക് എത്തിയിട്ടുണ്ട്. താഴത്തെ ഗ്രാമത്തിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ വന്ന വഴികളാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇനി നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് മെയിൻ റോട്ടിൽ കയറി അവിടുന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങിയാലാണ് മണാലി വരുന്ന മാൾ റോഡ് ആ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നത്. ഇത് നമ്മൾ നേരത്തെ പോകുമ്പോൾ കാണിച്ചത്. ഹായ്, ഇതുണ്ടോ ഇവിടെ പുറകെ ഒരു കുട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ബോഡി ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോവാണ് വില്ലേജിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഓരോ വഴികളുണ്ടാവുന്ന ഇവർ പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ ചോദിച്ച് ഇങ്ങനെ വെറുതെ ട്രക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സീനൊന്നുമില്ല, നമുക്ക് അങ്ങനെ പോയേക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. ഹഡിമ ടെമ്പിൾ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യാൻ പോവുക. ഇവരിപ്പം ഇവിടുന്ന് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഹഡിമ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ ഇവിടുന്ന് കണ്ട് അങ്ങനെ മെല്ലെ താഴോട്ട് ഇറങ്ങി പോവുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ ഇവരിവിടെയുണ്ട്. നമ്മളിതാ ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിതാ അവിടുന്ന് യാത്ര പറഞ്ഞ് മെല്ലെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹഡിമ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളാണ് കാണാൻ വേണ്ടി പോകുന്നത്. അത് കണ്ടിട്ട് നമ്മൾ നേരെ മറ്റേ ടണല് കയറാൻ വേണ്ടി പോകും. ടണല് കണ്ടിട്ട് അവിടെ പോയിട്ട് മഞ്ഞുമലകളും കാര്യങ്ങളൊക്കെ കണ്ട് നൈസായിട്ട് എന്ത് ചെയ്യും, താഴോട്ട് ഇറങ്ങും. ഹായ് ബ്രോ, വാട്ട് ഈസ് യുവർ നെയിം? ദക്ഷിത്? നക്ഷിത്. What is your name? Robin. Okay, what are you doing here? Vlog. Yeah, okay, temple. Yeah. Okay. Yeah, I am vlogging. Blogger. YouTube, Instagram. How much subscriber in YouTube? Subscribers come hai. Insta, yeah. How much? Insta में reach है, video reach है. ID name? Sallu DC. No thanks, ma'am. आप कितना क्लास में पढ़ता है? Ninth. Oh, really? S.A. Double L. And U. Space DC. Yeah. Search करो. Sorry, SALLU. वही नहीं है. SA double L U space DC. Oh, why? Yeah. camping? Yeah, ट्रैकिंग कर रहे हैं. हाँ? और पूरा देखने के लिए. अभी कहाँ से? मैं केरला से. अभी कहाँ से आए आप? केरला से आ रहा हूँ. केरला से इल्मा अन्ना. Yeah, this account. वीडियो देखो पूरी. Follow back. थैंक यू. या फॉलो बैक कर रहेगा. ठीक है. और वीडियोस देखो, अच्छा वीडियोस है. ये अभी आज मॉर्निंग डाल दिया. नाइस है ना व्यू. ठीक है. हाँ, वो थोड़ा ऊपर है. हाँ. ഗൈസ്, നമ്മളിതാ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇതാണ് കണ്ടില്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് സത്യമായിട്ട്. ഇതൊക്കെയാണ് നമ്മൾ ഹാപ്പിനെസ്. നമുക്കിപ്പോ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ പിള്ളേരെ കാണാൻ പറ്റും, ഇതേപോലെ ഇങ്ങനെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഇല്ലല്ലോ. അപ്പൊ അതാ പറയുന്നത്. ഓക്കെ, നൈസല്ലേ? അതാണ് മണാലി യാത്രയിൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. നമ്മുടെ ലൈഫ് തന്നെ മാറി കഴിയും. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, എൻജോയ് ചെയ്യാണ്ട് കണ്ടെത്തും. ഓക്കെ, ബൈ.
അപ്പൊ നമ്മൾ ഇതേപോലെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരെ കാണാം. ഒരുപാട് കച്ചവടക്കാരെ കാണാം. ഇത് കണ്ടില്ല, ഇങ്ങനെ ഓരോന്ന് തുന്നിക്കെട്ടി ഇങ്ങനെ ഓരോ ബിസിനസ്സാണ് ഇവരുടെ ബിസിനസ്, ജീവിത മാർഗങ്ങളാണിത്. അപ്പൊ ഇവിടെ വരുമ്പോ കുറെ പേരൊക്കെ വാങ്ങും, കുറെ പേരൊക്കെ വാങ്ങാണ്ടും പോവും. അങ്ങനെയൊക്കെ ആ ഒരു മൈൻഡാണ്. കണ്ടില്ല, ഇവിടെ മൊത്തം ഉണ്ട് ഇങ്ങനെ. ഇത് കണ്ടില്ല, ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. ഇത് കണ്ടോ, പല വെറൈറ്റിയില്, പല ഡിസൈനുകളില്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതേപോലെ പൊരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കഴിക്കാൻ. ഫുഡ് ഐറ്റംസ് ആയാലും അല്ലാതെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ല, ഓരോ ബാഡ്ജും കാര്യങ്ങളൊക്കെയാണ്. മണാലി, സോളങ് വാലി, കംതാ പാസ്, കസോള്, അങ്ങനെ ഓരോ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അതേപോലെ കണ്ടില്ലേ, കീ ചെയിനുകള്, അങ്ങനെ ഓരോ ഇത് കണ്ട. സോക്സ്, തണുപ്പിടാൻ പറ്റിയ, നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ ടൈപ്പ് സോക്സുകള്, നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാഡ്ജ് ഐ ലവ് മണാലി ഹഡിമ ടെമ്പിൾ, അങ്ങനെ ഓരോ ബാഡ്ജും കാര്യങ്ങളൊക്കെ. താങ്ക് യു. അപ്പോ കണ്ടില്ല, ഓരോ ക്യാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോ അവളുടെ ഫേസ് ഇതിനകത്ത് കട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. നമ്മളെന്തായാലും കട്ട് ചെയ്യും. ഓക്കെ, അവള് ചോദിച്ച ഫേസ് വരൂലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, വരൂല എന്നാ പറഞ്ഞത്. അത് ഞാൻ കട്ട് ചെയ്തോളാം. ഇപ്പൊ നിലവിലുണ്ട്, പക്ഷെ ഞാനത് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തോളാം. കാരണം എന്ന് വെച്ചാല് പിന്നെ അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവളുടെ ഫേസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോ കർച്ചീഫ് കാര്യങ്ങൾ. വേണ്ട, കർച്ചീഫല്ല, സോറി, നമുക്ക് ടർക്കി ടൈപ്പ്, പക്ഷെ അത്യാവശ്യം വലുപ്പമുള്ള ഇത് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ മെല്ലെ താഴെ മണാലി മാൾ റോഡിന്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഒരുപാട് ടൂറിസ്റ്റുകാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഈ ഹഡിമ ടെമ്പിൾ കാണാൻ വേണ്ടി വരുന്ന. നമ്മള് ഹഡിമ ടെമ്പിളിന്റെ താഴോട്ട് എത്തിയപ്പം കണ്ടില്ലേ, ഇവിടെ മൊത്തം മഞ്ഞാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ മൊത്തം മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ് കണ്ടില്ലേ. നമ്മളിതാ താഴോട്ട് എത്തിയിട്ടുണ്ട്. താഴെ ഒരു മാർക്കറ്റ് പോലെയൊക്കെയാണ്, സെറ്റപ്പാണ്, അടിപൊളിയാണ്. മഞ്ഞ് കട്ട പിടിച്ചേക്കുന്നുണ്ട് ഇവിടെ. ഇത് മഞ്ഞ് ഇപ്പൊ ഏകദേശം കഴിയുന്നേ ഉള്ളൂ. ഇവിടെ മഞ്ഞ് ഉരുകി തീരാനുണ്ട്. ഇതൊക്കെ മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, താഴോട്ട് പോയിട്ട് അവിടെ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം, മാർക്കറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പം ഇത് കണ്ടോ, നമുക്ക് താഴോട്ട് എത്തിയപ്പം കാണാൻ പറ്റിയത് മാർക്കറ്റാണ് കേട്ടോ. അത് കണ്ടോ, ഒരുപാട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടില്ലേ, ഒരു മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റി. അതേപോലെ ട്രീറ്റ് ആൻഡ് ബീച്ച് കഫേ എന്ന് പറഞ്ഞൊരു കഫേയൊക്കെ ഉണ്ട് അവിടെ. കണ്ടില്ലേ, അപ്പോൾ താഴോട്ട് ഹഡിമ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയൊരു ലൊക്കേഷനാണിത്. ഇവിടെ ഇത് കണ്ടോ, 2-3 പേര് ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതെന്താ, അപ്പോൾ അവിടുന്ന് ബോൾ എറിയുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ കാണുന്ന ഈ ഒരു ആർച്ച് ഉണ്ടല്ലോ, ഇത് നമ്മളെ ഓൾഡ് മണാലി വില്ലേജ്. അത് നമ്മൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വന്ന് ഇപ്പം മാൾ റോഡ് മണാലി, അതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി താഴോട്ട് നടക്കാനുണ്ട് നമുക്ക് മെയിൻ ടൗണിലേക്ക് എത്തണമെങ്കിൽ. അപ്പം നമ്മൾ കുറേ ഇപ്പം നടന്നു, മെല്ലെയാണ് നടക്കുന്നത്. താഴെ പോയിട്ട് നമുക്ക് ട്രാവലറോ അല്ലെങ്കിൽ മറ്റേ കാറോ ഷെയർ ടാക്സി ടൈപ്പ് സെറ്റപ്പ് നോക്കണം. ടണലിലേക്ക് പോകണമെങ്കിൽ 55 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. ട്രക്കിങ് ചെയ്യാന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്, ഈ ലഗേജും വെച്ച് തൂക്കി പിടിച്ച് നടക്കുമ്പോൾ. അപ്പോൾ 55 കിലോമീറ്റർ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ട്രാവലർ പിടിക്കുക, തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് മെല്ലെ ഇങ്ങ് ഇറങ്ങുക. ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് മെല്ലെ ഇങ്ങ് ഇറങ്ങുക. അതാണ് ഇപ്പോൾ പ്ലാനിലുള്ളത്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് പിടിക്കും, കസോള് പോയിട്ട് കസോള് സ്റ്റേ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. അതായത് നാളെ ആയിരിക്കും കസോളിലേക്ക് ഇവിടുന്ന് ഇറങ്ങുക. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും മണാലി മാൾ റോഡിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വേണം എന്താ പറയാ മാൾ റോഡില് മറ്റേ ടണലിന്റെ അങ്ങോട്ടേക്ക് പോകാനുള്ള ട്രാവലറോ അല്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ കാറാണെങ്കിൽ കാറ് അങ്ങനെ നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പം ഇതായത് മണാലിയിൽ ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും ഇതാ മാൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്, മണാലി റോഡിലേക്ക്. ഇത് കണ്ടോ, ഇന്നലെ നമ്മൾ കണ്ടത് തന്നെ ആ സ്ഥലം തന്നെ കണ്ടില്ലേ, ഇതിലൂടെയാണ് എൻട്രി വരുന്നത്. ഇത് നമ്മള് മാൾ റോഡ് മാർക്കറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ട്. നൈസാണ്, കണ്ടില്ലേ. അപ്പൊ നമ്മളിവിടെ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ അവസാനം നടന്ന് നമുക്കൊരു റൂം എടുക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ ഇവിടെ എവിടെയും ഞാൻ ഇപ്പോൾ ഉള്ളത് മണാലി മാൾ റോഡിന്റെ സൈഡിലായിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് റൂമും ടെന്റും കാര്യങ്ങളൊന്നും അടിക്കാനുള്ള ഒരു സ്പോട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഒരു ടൗൺ ഏരിയയിലും കാര്യങ്ങളും അങ്ങനെ ആരും ചെന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരു പെർമിഷൻ കിട്ടുന്നില്ല നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ടൗൺ ഏരിയയും കാര്യങ്ങളും ഈ റൂം കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വില്ലേജുകളിലോട്ട് കയറിയിട്ട് സ്റ്റേ ആണെങ്കിൽ മാത്രമേ നമുക്ക് ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ രാവിലെ കസോളിലേക്ക് പോകും. ഞാൻ ഇപ്പോൾ ഒരു റൂം എടുത്തിട്ടുണ്ട്. നമുക്ക് 350 രൂപയ്ക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, റൂമിന്റെ ഉള്ളിൽ കണ്ടില്ലേ, അടിപൊളിയല്ലേ. 350 രൂപയ്ക്ക് നമുക്ക് വലിയ നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വരുന്നത് കിച്ചൺ ആണ്. ഇത് ഒരു ഓഫീസ് റൂം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതുണ്ട് ബാത്റൂം. 350 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് സിംഗിളായിട്ട് നമുക്ക് സ്റ്റേ ചെയ്ത് അടിപൊളിയായിട്ട് എന്താ പറയുക സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ റൂം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടുന്ന് നാളെ രാവിലെ നമ്മൾ കസോളിലേക്ക് പോകും. ഇന്ന് ഈവനിങ് കസോള് കയറാനുള്ള പരിപാടിയായിരുന്നു. ടണലിന്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ടണലിന്റെ അങ്ങോട്ടേക്ക് വൈകുന്നേരം ഷെയർ ടാക്സിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ ടണലിന്റെ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 10,000-20,000 രൂപയുടെ ഉള്ളിൽ ടാക്സിക്ക് വരും, നമ്മൾ സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ. അപ്പൊ ടണല് എന്തായാലും ഇപ്പൊ അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. മഞ്ഞിൽ പോയിട്ട് കളിക്കാനോ ഉള്ള മൂഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം മെയിനായിട്ട് ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കുക, അതേപോലെ ഇങ്ങനത്തെ ഗ്രാമങ്ങളിലൂടെ കയറുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഞാൻ നാളെ ഇവിടുന്ന് നേരെ കസോള് പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പോ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് എൻ്റെ വീഡിയോനകത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.